ഹായ് ഹലോ ഗൈസ്, ഇതാ നമ്മളിപ്പോൾ നിൽക്കുന്നത് തുൻലയിലാണ്. തുൻല UP-യിലാണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ട്രെയിൻ ഉണ്ടല്ലോ, അവിടെ വാരണാസിയിൽ നിന്ന് ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അടുത്ത ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആഗ്ര ഫോർട്ടിലോട്ടാണ് പോകുന്നത്. ആഗ്ര ഫോർട്ടിലോട്ട് പോയിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു ക്യാബോ എന്തെങ്കിലും വിളിച്ചിട്ട് നമുക്ക് നേരെ താജ്മഹലിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ താജ്മഹൽ കാണാനായിട്ടാണ് നമ്മൾ 4 പേരും ഇന്ന് പോകുന്നത്. അപ്പോൾ താജ്മഹലിലുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തോ അവിടെ 2 കുരങ്ങന്മാർ കിടന്ന് അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇപ്പോൾ പൊരിഞ്ഞാടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞാടി ഒരുത്തൻ റെയിൽവേ ട്രാക്കിലെടുത്ത് ചാടിയിട്ടുമുണ്ട്. നിങ്ങൾക്ക് ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാം. ഒരാൾ ട്രാക്കിലെടുത്ത് എറിഞ്ഞ സന്തോഷത്തിലിരിക്കുകയാണ് ആശാൻ. ഇതായിരിക്കുകയാണ് അടുത്ത ആൾ. സംഭവം ഈ ഒരു പഴത്തിന് വേണ്ടിയിട്ടാണ് അടിവിച്ചുകൊണ്ടിരുന്നത്. നമ്മളിതാ ഇപ്പോൾ ആഗ്ര ഫോർട്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ആഗ്ര ഫോർട്ടായിരുന്ന സ്റ്റേഷൻ നമ്മുടെ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആഗ്ര ഫോർട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ആദ്യം ആഗ്ര ഫോർട്ട് കണ്ടിട്ട് രണ്ടാമതാണ് നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് 250 രൂപയാണ് താജ്മഹലിൽ കയറാനായിട്ട് ടിക്കറ്റ് ആയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ദൂരെ കാണാൻ പറ്റുമോ താജ്മഹൽ? ഇങ്ങോട്ട് ട്രെയിനിൽ വന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആദ്യം ഇതാണ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാണാം. അവിടുത്തെ ടിക്കറ്റ് 35 രൂപ എന്നാണ് തോന്നുന്നത്. ഇവിടെ ഒറ്റ കുഞ്ഞില്ല കണ്ടോ ഈ സ്റ്റേഷനിൽ. പിന്നെ ഇവിടെ അങ്ങനെ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് വന്ന് ടൂറിസ്റ്റ് ലൊക്കേഷനിൽ വന്ന് ഇറങ്ങുമ്പോഴേ ടാക്സി എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെ ആരും ഇല്ല. ഒറ്റ ആളും കണ്ടാൽ വന്ന് ചോദിച്ചത് നമ്മുടെ അടുത്ത് ടാക്സി വേണോ, അത്രയേ ഉള്ളൂ. വേറെ അങ്ങനെ ആരും ഇല്ല ഇവിടെ. ഈ സ്റ്റേഷനിൽ ഇറങ്ങാനും ആരുമില്ല ഇവിടെ. അതാണ് ഒരു അതിശയമായിരിക്കുന്നത്. ഇത്രയും വലിയ ടൂറിസ്റ്റ് ലൊക്കേഷനല്ലേ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതിൻ്റെ വേറൊരു സ്റ്റേഷനുണ്ട്, ആഗ്ര കൺട്രോൾമെൻറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ ഈ താജ്മഹൽ കാണാൻ വേണ്ടി വന്നിറങ്ങണം. ഇവിടെ അങ്ങനെ ആരും വന്നിറങ്ങൂലായിരിക്കണം. നമ്മളെ പ്ലാൻ നമ്മൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആഗ്ര ഫോർട്ടിലോട്ട് പോകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രധാനമായിട്ട് വന്നത് താജ്മഹൽ മാത്രം വിസിറ്റ് ചെയ്യാനാണ്. ആഗ്ര ഫോർട്ടും പിന്നെ 2-3 സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വേറൊരു ദിവസമൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വെറും താജ്മഹൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിറങ്ങിയത് അവിടെ അടുത്തായിരുന്നാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ടിക്കറ്റ് വാങ്ങിയിട്ട് കിട്ടിയില്ല. പിന്നെ നമ്മളിപ്പോൾ നേരെ താജ്മഹലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 250 രൂപയായി ഒരാൾക്ക്. അപ്പോൾ ഇവിടെ നിന്നൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്, ഓട്ടോയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഓട്ടോയിൽ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഓൺലൈനിൽ ജസ്റ്റ് നോക്കണം. അപ്പോൾ അതിന് എത്ര രൂപയാണ് കാണിക്കുന്നത് അത് ഇവർക്ക് നിന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവരത് ആ പൈസയ്ക്ക് കൊണ്ടുവിടും. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരുടെ അടുത്ത് പറഞ്ഞ് 110 രൂപ തരാൻ കൊണ്ടുവിടുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഓക്കെ പറയും പെട്ടെന്ന് അങ്ങനെ. പക്ഷേ ഇവർ ആദ്യമേ നമ്മൾ ചോദിച്ചപ്പോൾ ഇവർ 200 ഒക്കെ ആയിരിക്കും പറയണത്. അത് നോക്കല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ തന്നെ അഭിമാനമായ താജ്മഹൽ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവർ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് അടിപൊളി ആക്കായിരുന്നു ഈ റോഡും സ്ഥലവും ഒക്കെ. കുറച്ചുപേരും നമ്മൾ ഇങ്ങോട്ട് ഉള്ളിലോട്ട് വരുമ്പോൾ നല്ല ഉള്ളിലോട്ടാണ് താജ്മഹൽ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അവർക്കൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുകയായിരുന്നു. 7 അത്ഭുതങ്ങളുടെ ഒരു അത്ഭുതമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് 100 കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയട്ടെ, ഇവിടെ ഉള്ള ആൾക്കാർ എന്നിട്ടും എന്താ പറയുക ഭയങ്കര വിലപേശലാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ 100 രൂപയ്ക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വേറൊരാൾ വരും. എന്നിട്ട് അയാൾ എന്ന് പറയും 50 രൂപയ്ക്ക് കൊണ്ടുപോകാമെന്ന്. എന്നിട്ട് വേറൊരാൾ എന്ന് പറയും 30 രൂപയ്ക്ക് കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും ആൾക്കാർ പറഞ്ഞാൽ ഇവിടെ ഇവർക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരാൾ 30 രൂപയ്ക്ക് എങ്ങാണ്ടോ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരാൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇല്ല, ഫുഡ് കഴിച്ചില്ല, അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കട്ടെ അവിടെ പോയിട്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തീരെ അങ്ങ് വിലപേശാൻ നിൽക്കരുത്. ഓൺലൈനിൽ കാണുന്ന പൈസ അങ്ങ് കൊടുക്കണം. നമ്മൾ അങ്ങനെ തന്നെ ഓൺലൈനിൽ കാണുന്ന പൈസ അങ്ങ് നമ്മൾ കൊടുക്കുക കേട്ടോ. അയാൾ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ പൈസയാണ് നമ്മൾ കൊടുത്തത്. അല്ലേടാ, അയാൾ നമ്മുടെ അടുത്ത് പറഞ്ഞ് 20 രൂപയ്ക്ക് കൊണ്ടുവിടാം. പിന്നെ നമ്മൾ 40 രൂപ കൊടുത്ത അയാളുടെ കയ്യിൽ. എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്തതാണ് കേട്ടോ. അത് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. പുള്ളിക്കാരനെ പിന്നെ അവിടെ നിന്ന് കിട്ടിയതാണ്, റിപ്പോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആണ് ഞാൻ പറഞ്ഞത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 20 രൂപ മതി എന്ന് പറഞ്ഞു റെഡ് ഫോർട്ടിലോട്ട്. പിന്നെ ഓൺലൈനിൽ നോക്കിയപ്പോൾ 40 ഉണ്ടായിരുന്നു. അടുത്ത് കണ്ടായിരുന്നാലും കുറച്ച് ദൂരം ചുറ്റാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്ര റേറ്റ് ചെയ്തത്. എന്തായാലും കുറേ വിദേശികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴി. ഞാൻ ഇവിടുത്തെ റോഡൊക്കെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അതാണ്ടോ താജ്മഹലിലോട്ട് പോകുന്ന വഴിയാണ്.
നമ്മുടെ തൊട്ട് ബാക്കിൽ നിന്ന് ഒരു ഓട്ടോ വരുന്നുണ്ട്. ആ ഓട്ടോയ്ക്കകത്ത് 2 വിദേശികളാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു വൃത്തിയില്ല. കണ്ട ഓടക്കകത്ത് നിന്നൊക്കെ നല്ല സ്മെല്ലാണ് വരുന്നത്. ഇവർ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടായിരുന്നു. കണ്ട ഈ സൈഡിൽ നോക്കിയപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി അങ്ങനെയൊന്നും കിടക്കുന്നില്ലെങ്കിലും ഇവർ ഓടോ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ വിദേശികളൊക്കെ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ അൺകംഫർട്ടബിൾ ഫീൽ തോന്നും. കണ്ട താജ്മഹലിലോട്ട് നമ്മളെ വഴിയാണ്. ആ ഓക്കെ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ നടക്കാനായിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എന്തായാലും ഞാൻ കാശ് കൊടുത്തിട്ട് ഞാൻ അടുത്ത് താജ്മഹലിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴി അങ്ങോട്ട് വണ്ടിയൊന്നും അവർ കടത്തി വിടില്ല. അതുകൊണ്ട് നമുക്ക് നടന്ന് വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇത് ചെക്ക് പോസ്റ്റാണ്. ബൈക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ വലിയ വണ്ടികളൊന്നും അവർ അങ്ങനെ കടത്തി വിടുന്നില്ല. ബൈക്ക്, സൈക്കിള് ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇവരിവിടെ അങ്ങോട്ട് പോകുന്ന വഴി നല്ല രീതിയിലൊക്കെ നമ്മുടെ ടൈലൊക്കെ ഇട്ട് അടിപൊളിയാക്കി ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ഒന്ന് തൂക്കേണ്ടായിരുന്നു. ഇവിടെയൊക്കെ കരിയിലയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. എപ്പോഴെപ്പോഴും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ താജ്മഹലിൻ്റെ അകത്ത് കയറണമെങ്കിൽ വെള്ള മാർബിളല്ലേ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒരു കവറ് കിട്ടുമേ. ഈ കവറ് നമ്മുടെ ഷൂവിൻ്റെ അകത്ത് ഇട്ടിട്ട് വേണം വെള്ള മാർബിളിലൂടെ നടക്കാനായിട്ട്. അപ്പോൾ താജ്മഹലിൻ്റെ അകത്തോട്ട് കയറുമ്പോഴേ നമ്മളിതാ ഈ ബോഡി കാണുന്നില്ലേ, ഈ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. മുകളിൽ കാണുന്നതൊക്കെ കൊണ്ടുപോകാം നമുക്ക്. അപ്പോൾ പിന്നെ നമ്മൾ താജ്മഹലിലോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡാണ്. ചെറിയൊരു മിനിയേച്ചർ വെർഷൻ നമുക്കിവിടെ കാണാം. ലെഫ്റ്റാണ്. ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ട് ഈ ഭാഗത്താണ്. വെൽക്കം ടു താജ്മഹൽ ഈസ്റ്റ് ഗേറ്റ് എൻട്രി. അപ്പോൾ ഇവിടെ എനിക്കൊണ്ട് ഒരുപാട് ഗേറ്റ് ഉണ്ടായിരിക്കും. വലിയ തിരക്കില്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ കറക്റ്റ് ഉച്ച സമയമാണ്. അതുകൊണ്ടായിരിക്കും തിരക്കൊന്നും ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാനായിട്ട്. നമ്മുടെ ടിക്കറ്റ് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കണം. രാവിലെയും ഇത് മാത്രമേ കഴിച്ചുള്ളൂ, ആ ബർഗർ മാത്രമേ കഴിച്ചുള്ളൂ. അതും വെജിറ്റബിൾ ബർഗർ. അത് സത്യം പറഞ്ഞാൽ വെറും വേസ്റ്റ് സാധനമാണ് കേട്ടോ. അത് വാങ്ങിക്കാതിരിക്കാനാണ് നല്ലത്. അപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഗൈഡിന് എടുത്തിട്ടുണ്ട്. 500 രൂപയാണ് ആയിട്ടുള്ളത് ഗൈഡിന്. എന്തായാലും നോക്കാം. പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ ഇത്രയും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും ഇവർക്കായിട്ട് അറിയാമെന്നുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് വീഡിയോ എടുക്കാൻ അലോ ചെയ്യില്ല കേട്ടോ ഇവർ. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ സ്ഥലത്താണ് അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം അകത്ത് കയറി പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലെടുത്ത പടങ്ങളാണ്. First VIP coming Taj Mahal 1884 from British. Oh, VIPs. Yes. ഓ, എല്ലാ കാലഘട്ടത്തിലുള്ള പടവും ഉണ്ട് കേട്ടോ. So Agra is a circle area, 8 monuments is other Taj Mahal from visit. First building is Agra Fort, it's a 4 kilometer distance. Second building is the Fatehpur Sikri, 40 kilometer distance. Inside is the Sheikh Salim Chishti Dargah and bigger size of the gate, Buland Darwaza. Third building is Akbar Ka Tomb Sikandra. Fourth is the Etmadu Dolagam Awards caused by Bibi Taj Mahal, look like a mini Taj Mahal. Fifth is the Mariam Ka Tomb Sikandra. Sixth is the Mehta Bagh. Mehta Bagh is very nice view because Friday is the Taj Mahal closed. Okay. Some people do not come this side, so back side. So this picture is the back side view. Okay, back side view. Taj Mahal is a symmetrical building, every side view is the same. Okay. And black Taj Mahal is a bit their side. Okay. Mehta Bagh is the Mehta Bagh side. Rambagh, last is the Chini Ka Roja. So 8 monuments is the other Agra is a circle from the other Taj Mahals. Okay. Okay? कितने पैसे लेता है बैटरी वाले?
Eastern gate. Our exit is at their side. We are exiting by this side. Yes. Eastern gate entry, Eastern gate exit. Okay. നമ്മുടെ താജ്മഹലിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് CISFൻ്റെ ആൾക്കാരാണ്. പിന്നെ ഇതിൻ്റെ മേൽനോട്ടവും ബാക്കി കാര്യങ്ങളൊക്കെ ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയാണ് നോക്കി നടത്തുന്നത്. നമുക്ക് താജ്മഹലിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ ഇപ്പോൾ 2 ഗേറ്റ് മാത്രമേ അവർ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളൂ. 2018 ശേഷമാണ് സൗത്ത് ഗേറ്റ് അവർ ക്ലോസ് ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈസ്റ്റും വെസ്റ്റും ഗേറ്റ് മാത്രമേ അവർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ നമുക്ക് എൻട്രി ഗേറ്റായിട്ട്. അപ്പോൾ എക്സിറ്റ് ചെയ്യുന്നത് 3 ഗേറ്റുണ്ട്. 3 ഭാഗത്തൂടെ നമുക്ക് താജ്മഹലിൻ്റെ പുറത്തിറങ്ങാവുന്നതാണ്. നമ്മളിത് ഇപ്പോഴീ കാണുന്നില്ലേ, ഇത് മുഴുവനായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഖുറാനിലെ വചനങ്ങളാണ് കേട്ടോ നമ്മളിതിപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഇത് മൊത്തം ഈ മുകളിൽ മിനാരങ്ങൾ കണ്ടില്ലേ, മുകളിലെ മിനാരങ്ങളെന്ന് പറയുമ്പോൾ മൊത്തം 11 മിനാരങ്ങളുണ്ട്. അപ്പോൾ ഇത് 11 ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോഴും 11 നമ്മൾ ബാക്ക് സൈഡിൽ നോക്കുമ്പോഴും 11 നമുക്ക് കാണാം. അപ്പോൾ 11 + 11 22 വർഷം എടുത്ത് മുഴുവനായിട്ട് ഈ പണി ചെയ്ത് തീരാനായിട്ട്. അപ്പോൾ ഇവരിത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോൾ ഒരു മിനാരം ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ ഒന്നുകൂടെ ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ 11 വർഷമായപ്പോൾ ഇവർ ഈ ഒരു സൈഡിൽ മിനാരം ഉണ്ടാക്കി. ഇനി അപ്പർ സൈഡിൽ ഒരെണ്ണമുണ്ട്, അപ്പോൾ അതിലും കൂടെ ആയപ്പോൾ 11. അങ്ങനെ മൊത്തം 22 വർഷം എടുത്തു ഈ ടോട്ടലായിട്ട് ഇത് മുഴുവനും ഉണ്ടാക്കി കഴിയാനായിട്ട്. പിന്നെ ഞാൻ ഹിസ്റ്ററി പറയാൻ ഇത്തിരി ബാക്കിലോട്ടാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താലും മതിയായിരിക്കും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ആ തെറ്റൊക്കെ ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു വിഷ്വൽസ് റോയായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഇരുന്ന് കാണുക, അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ ഈ വെളിച്ചത്തു നിന്ന് താജ്മഹൽ ഇങ്ങനെ തെളിഞ്ഞു വരില്ലേ, ആ ഒരു കാഴ്ച കാണാൻ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ താജ്മഹൽ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശബ്ദമുണ്ട്. അപ്പോൾ ഇത്രയും ടൂറിസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഇവർക്കിത് ടൂറിസ്റ്റ് ഇല്ലാത്തത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇവരിങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്, എല്ലാ ദിവസവും. അപ്പോൾ ടൂറിസ്റ്റ് ഇല്ലാത്ത രാത്രി സമയങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ്റിന് വലിയ ലൈറ്റൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാനേ ഉള്ളൂ. പക്ഷേ അതൊന്നും അവർ ചെയ്യുന്നില്ല. ഇങ്ങനെ ടൂറിസ്റ്റ് വരുന്ന സമയത്ത് ചെയ്യുന്നത് അതോ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. ശബ്ദമേ അതിൻ്റെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് തോന്നണല്ലേ ശബ്ദം അതിൻ്റെ. അപ്പോൾ അതൊന്ന് മാറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കുമായിരുന്നു. ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഈ മെയിൻ്റെനൻസിൻ്റെ കാര്യങ്ങളെ കണ്ടോ, ഇവിടെയും പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് പറയുന്നത് അവരിവിടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ അറബിക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് ഖുറാനിലെ വചനങ്ങളാണെന്ന്. അത് നമ്മൾ നേരത്തെ കണ്ടത് ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വിഷ്വൽസ് അല്ലേ, അതാണെങ്കിൽ രാവിലത്തെ സമയത്തുള്ള പ്രാർത്ഥനയാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് എന്താ പറഞ്ഞാൽ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ വൈകുന്നേര സമയത്തുള്ള ആരാധനയുടെ വചനങ്ങളാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് ഇവിടുത്തെ ഗൈഡാണ്. അപ്പോൾ പുള്ളിക്കാരൻ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എങ്കിലും നമ്മൾ ഇപ്പോൾ കൂടുതൽ പൈസ കൊടുക്കുകയാണെങ്കിൽ അവർ കൂടുതൽ ഇൻഫർമേഷൻസ് പറഞ്ഞു തരും. അപ്പോൾ ഇവർ എന്തോ പറയാം, കാശിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. പിന്നെ നിങ്ങളിവിടെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു നല്ല ഗൈഡ് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ മാക്സിമം നല്ല ഗൈഡ് നോക്കി ചൂസ് ചെയ്യാൻ നോക്കണം. പക്ഷേ എനിക്ക് ഗൈഡും കാര്യങ്ങളൊക്കെ ഒരു പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താജ്മഹൽ നേരത്തെ പോയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല ഗൈഡുമാരുണ്ടെങ്കിൽ അവരുടെ നമ്പർ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ നോട്ട് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ അടുത്ത് പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ഉപകാരമായിരിക്കും കേട്ടോ അത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്പർ കിട്ടുകയാണെങ്കിൽ
ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കിയിട്ട് പോകാം കേട്ടോ അങ്ങോട്ട്. പിന്നെ നമുക്ക് കിട്ടിയ ഗൈഡാണെങ്കിൽ ഇംഗ്ലീഷ് വലിയ ഒരു രീതിയിലല്ല സംസാരിക്കുന്നത്. പറയുന്നത് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവില്ല പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അപ്പം ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ചിലപ്പോൾ അതൊരു മിസ്ഗൈഡായി പോവും. എടാ കൊളുത്തേ, പണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടന്ന സമയത്ത് പാകിസ്ഥാൻ നമ്മളെ താജ്മഹലിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹുക്ക് ഉപയോഗിച്ചിട്ട് അവർ മറ്റേ കറുത്ത ഒരുപാട് ഐറ്റംസ് വെച്ചിട്ട് ഇതിനെ മറച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹുക്കാണ് നമ്മളിപ്പോഴും കാണുന്നത്. 1971 1971 ഈ ഹുക്കൊക്കെ അടിച്ച് കയറ്റി. 1971 and 1965. ഓ 1971 1965 Green Leaf Award. ഓക്കെ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ താജ്മഹൽ അവധിയാണ്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള മുസ്ലിങ്ങളുണ്ടല്ലോ, ഇവിടെ തന്നെ താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് ഒരു മുസ്ലിം പള്ളിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ നോക്കടാ, എന്തൊക്കെയായി സത്യം പറഞ്ഞാൽ നമ്മുടെ ഇത്രയും ലോകാത്ഭുതമായ താജ്മഹലിലെ ഓരോ ആൾക്കാർ എഴുതി വെച്ചിരിക്കണേണ്ട. ഇതൊക്കെ ഭയങ്കര മോശമാണ്. ഒരുപാടുണ്ട് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നല്ല ഫൈൻ അടിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ കാണുന്നില്ല, ഇതാണ് നമ്മുടെ ഷാജഹാൻ്റെ ഗസ്റ്റ് വരുമ്പോൾ അവരെ റെസ്റ്റ് ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ മാർബിളുകൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴേ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ ഒരു സൈഡൊക്കെ അതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് KVS. ഇതൊക്കെ ആരിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു പിടിയില്ല. ഇതൊക്കെ ഭയങ്കര മോശമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ താജ്മഹലിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണേ. സംഭവം ഇതിനകത്ത് ഒരു ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലോ ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. അകത്ത് വിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടെ എടുത്ത് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ 250 രൂപയുടെ ടിക്കറ്റ് എടുക്കണേ. നമുക്ക് താജ്മഹലിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ ഇതാ കാണുന്നില്ലേ, ഈ ഒരു സംഭവമുണ്ട്. ഇത് നമ്മുടെ ഷൂവിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇട്ടിട്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴേ നമ്മുടെ ചെരുപ്പിൽ കണ്ടില്ലേ ഒരു നീല തുണി. അപ്പോൾ ഇത് ചെരുപ്പിലിട്ടിട്ട് വേണം നമ്മൾ താജ്മഹലിൻ്റെ അകത്ത് കയറുന്നതായിട്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി ഇട്ടില്ല എനിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ള മാർബിളല്ലേ, വെള്ള മാർബിളിൽ ചെരുപ്പിലുള്ള അഴുക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പറ്റി പിടിക്കുക. അതുകൊണ്ടാണ് ഇവർ ഒരു തുണി പോലത്തെ സംഭവം നമുക്ക് തരുന്നത്. ഇതിവിടെ 10 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതാ നമ്മളിനി അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അവർ അലോ ചെയ്യില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ല ഇവിടെ ഉള്ള വ്യൂവും കാര്യങ്ങളും. പിന്നെ മുഴുവനും വെള്ള മാർബിളുകളാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ടാണ് തൊടാനുള്ളത് താജ്മഹലിനെ. നമ്മൾ പുറത്ത് വെച്ചിട്ട് തൊട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും കറക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബിൽഡിങ്ങാണ് അടിപൊളി, ഒരു രക്ഷയില്ല.
അപ്പോൾ ഞാനും ഇതിനും കൂടെ താജ്മഹൽ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. സംഭവം ഒരു രക്ഷയില്ല. നമ്മൾ ഇന്ത്യക്കാർ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണത്. അപ്പോൾ ഇതിനെ നിനക്ക് എന്ത് തോന്നിയടേ ഈ താജ്മഹൽ കണ്ടപ്പോൾ? ഒരു രക്ഷയില്ല. ഇല്ല, എല്ലാവരും ജീവിതത്തിൽ രക്ഷയില്ല. പക്ഷെ അകമാണ് സൂപ്പർ കേട്ടോ. എല്ലാവരും വന്ന് പുറം കണ്ടിട്ട് പോകണം, ഒരുപാട് പേരുണ്ട്. പക്ഷേ 200 രൂപയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് പോകാം. 50 രൂപയേ ഉള്ളൂ അകത്ത്, ഇവിടെ നമ്മുടെ ഈ ഒരു കാണുന്ന ഗ്രൗണ്ട് ഏരിയയിൽ വരാനായിട്ട്. പക്ഷേ അകത്ത് കയറണമെങ്കിൽ ഒരു 200 രൂപ കൂടെ കൊടുക്കണം. പക്ഷേ ആ 200 രൂപ ഇവരിപ്പോൾ 2000 രൂപ വെച്ചാലും നമ്മൾ കയറും. എന്താ പറയുക, അത്ര സൂപ്പറാണ് അകമാണ് കാണേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ 3 ദിവസത്തേക്ക് ഒരിക്കൽ ഇതിൻ്റെ ഒറിജിനൽ മുംതാസിനെ അടക്കിയിരിക്കുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അത് മാർച്ചും ഫെബ്രുവരിയുടെ ഇടയിൽ വരുന്ന ഏതൊക്കെയോ ദിവസങ്ങളാണ് കേട്ടോ. അതെനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. 3 ദിവസമേ അവരത് ഓപ്പൺ ചെയ്യുള്ളൂ. അത് ആ ഒരു ദിവസവും വന്ന് കാണണമെന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ വരുമ്പോൾ ആ ഒരു ദിവസമൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ട് വരും. പക്ഷെ ഒരു രക്ഷയില്ല ഇവിടെ. എന്തായിരുന്നാ എടാ, എല്ലാവരും പാടാം, നമുക്ക് താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. വാ. അപ്പോൾ എന്തായിരുന്നാലും നമ്മളെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾക്ക് നമ്മുടെ താജ്മഹലിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം ഉടനെ തന്നെ. അപ്പോൾ എല്ലാവർക്കും അതുവരെ ബൈ.